ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചായക്കടയിലൊക്കെ കിട്ടുന്ന ബ്രെഡ് ഫ്രൈ നമുക്കൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് വീട്ടിൽ ചെയ്ത് നോക്കിയാലോ. അതിനു വേണ്ടിയുള്ള ബ്രെഡ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാനിവിടെ സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മൈദ എടുക്കാവുന്നതാണ്. ഇതിന് ക്രിസ്പിനെസ് വേണമെന്നുള്ളവർക്ക് കുറച്ച് അരിപ്പൊടി ആഡാക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നിങ്ങൾക്ക് വിസ്കൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് വിസ്കിനേക്കാളൊക്കെ കംഫർട്ട് കൈകൊണ്ട് കുഴയ്ക്കുന്നതിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഴയ്ക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കളറിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ബാറ്ററിന് വേണ്ടത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനി നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ബ്രെഡ് ഓരോന്നായി മുക്കി പൊരിച്ചെടുക്കാം. ഒരുപാട് നേരം ബ്രെഡ് ബാറ്ററിൽ മുക്കി വെക്കരുത്, ബ്രെഡ് അലുത്തു പോകും. ഇത് ബ്രൗൺ കളർ ആവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബ്രെഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.